ഇത് ഇപ്പൊ കണ്ടവന്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരുവിധ ലോജിക്കുകളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. ഇതാണ് ഇദ്ദേഹത്തിന്റെ കഥയിലെ സാങ്കല്പികമായ കുണ്ടന്നൂർ ഗ്രാമം. ഏകദേശമാണ്. ഇവിടെ നടക്കാൻ പോകുന്ന കഥയും വെറും സാങ്കല്പികം മാത്രമാണ്. ഈ ഗ്രാമത്തിൽ നിങ്ങൾ പരിചയപ്പെടേണ്ട 2 പെൺപടകളുണ്ട്. നന്മ തീരെയില്ലാത്ത നന്മ തൊഴിലുറപ്പും ഒട്ടും ശാന്തമല്ലാത്ത ശാന്തം തൊഴിലുറപ്പും. തല്ലൂടാൻ വരട്ടെ. ആദ്യം നമുക്ക് ശാന്തം ടീമിനെ പരിചയപ്പെടാം. Welcome to the block where the grind don't stop, where women hustle from bottom to the top. You're not a boss, it's not your average wife. They are the queens of the hood, yeah, living real lives. Where's them grinding? Where's them flexing? They be queening, pillars of humanity. സുശീല. ലതിഷ. ഇനി നമുക്ക് നന്മ ടീമിനെ പരിചയപ്പെടാം. ബിന്ദു, സുശീല, നളിനി.
കെട്ടിയ സമയത്ത് പശുവിനെ വാങ്ങി കെട്ടിയിരുന്നെങ്കിൽ അതിന്റെ പാല് കറന്നെങ്കിലും ജീവിക്കായിരുന്നു. സൂര്യന്റെ വെളിച്ചം മൂട്ടിൽ അടിച്ചാൽ കൂടെ എണിക്കരുത്. പോത്ത് പോലെ കിടന്ന് ഉറങ്ങിക്കോണം. ജോർജേട്ടാ, ജോർജേട്ടാ, ഈ മനുഷ്യനെ കൊണ്ട് ജോർജേട്ടാ, നിങ്ങൾക്ക് എണീക്കാറായില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോ? കെട്ടിക്കാൻ പ്രായമുള്ള ഒരു മോളുണ്ടെന്നുള്ള വിചാരം ഉണ്ടോ? എന്തിനാ പറയുന്നേ? അയ്യോ, എന്റെ ഒരു സൗന്ദര്യം. സുശീലേ, സുശീലേ, സുശീലേ. ആ മേരിയേ, വരുന്നു. അയ്യോ, സുനീഷ് ചേട്ടാ, മുണ്ടെടുത്തേക്കുന്ന നിങ്ങള് വന്നേ പറ്റൂ. എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. നാളെ ഓള് വരുമ്പോ പുതിയത് കൊണ്ടുവരും. ഇറങ്ങി വാടാ കുട്ട. ഇന്നലെ സമയത്ത് വിമാനം പോയതാണല്ലോ. ഇന്റെ മുണ്ട് ഇങ്ങോട്ട് തരുന്ന എന്റെ മുണ്ട്. ഒന്ന് പോയിക്കോളി നിങ്ങളല്ല, ഒന്ന് പോയിക്കോളി നിങ്ങള്. അല്ല അല്ലെങ്കിലേ നേരം വഴി നിങ്ങൾക്ക് അലുവാപ്പീടിയ പോലത്തെ ട്രൗസർ ഇടുന്ന കിട്ടി. സുനീഷേ, ഇതെന്താണ് ഇത്? കഷ്ടം. ഓള് മുണ്ടൂരി പോയടാ. അല്ല, ഇത് പുതിയതാണല്ലോ. അനക്ക് എവിടുന്ന പൈസ? മോളെ കുഞ്ചുട്ടിച്ചേ കടം വാങ്ങിച്ചാ. കൊള്ളാം, സൂപ്പർ. അല്ല, ഇന്നത്തെ പരിപാടി ചൂണ്ടടം പോലെ. ശരി, വീടാ. ഓ, രാവിലെ തുടങ്ങിയോ നിന്റെ കണ്ണാടിയുടെ മുന്നിലുള്ള കസർത്ത്? അമ്മേ, ഇങ്ങനെ അല്ല മക്കളെ, ബലത്തിൽ ചെയ്യേ. ആ, സുശീല വരുന്നില്ലേ? വന്ന് എത്തി. ആ, ഞാൻ എടുത്ത് ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ ഭർത്താക്കന്മാരുടെ ഒരു കാര്യേ. അതുങ്ങളെ കാര്യമൊന്നും പറയണ്ട. അയില കിലോ 100, അയില കിലോ 100, ചേട്ടാ, 1 കിലോ അയില. ആ, 1 കിലോ അയില. അയില കിലോ 100, 100, 100, 100, 100. ഞാൻ വരാറാ. 100, 100. 200 100 അയിലയോ? വരാറാ. വാങ്ങുന്നില്ല. 100 അയില, 100 അയില. 100 ചെയ്തായിരിക്കും. ചെയ്യുന്നത് തന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ. എനിക്ക് 300 മതി. ലാ 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 ലാ. നിന്റെ 1 കിലോ അയല, 1 കിലോ അയല, ബാക്കി പൈസ 1 കിലോ അയല. അയല എങ്ങോട്ടാ കേടാ? കല്ല് കൊണ്ടുവന്നതിനാണല്ലോ പഹയം പറക്കുന്നത്.
അയല 100, അയല 100, അയല 100. എന്താ ഇത് നല്ല പിടക്കണ അയലല്ലേ സാറേ? ഇതെന്താ സാറേ? കടലിനുള്ളിലാണല്ലോ ഓക്സിജൻ കൂടുതലുള്ളത്. ഇലകളും ചെടികളും ഉള്ളത് കൊണ്ട് മീൻ വല്ല ബുഷും തിന്നായിരിക്കും സാർ. കടലിൽ പേക്കലിന്റെ അച്ഛൻ അച്ഛനല്ലേ സാറേ? കഞ്ചാ വെക്കുന്ന മറവിലല്ലോ സാറേ, മീനിന്റെ ഉള്ളിലല്ലേ? രണ്ടിന്റെ മീൻ കച്ചവടം ഞാൻ കൊടുത്തത്. അയ്യോ എന്താ നിന്റെ പ്രശ്നം? സാറേ, ഞാൻ വയറിങ്ങിന്റെ പണിയാണ്. ആഴ്ചയിൽ 5 ദിവസം പണിക്ക് പോകും. 2 ദിവസം ലീവ് എടുത്ത് പെണ്ണ് കാണാൻ പോകും. കാറിൽ പെട്രോൾ അടിച്ചിട്ട് പെണ്ണ് കാണല. 5 വർഷമായി പെണ്ണ് കാണുന്നു. ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല. എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ സെറ്റാക്കി തരണം. നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി അല്ലേ സുനീഷ്? പക്ഷെ ഒരു കണ്ടീഷൻ, ഒരേ ഒരു കണ്ടീഷൻ. കല്യാണ നിശ്ചയത്തിന്റെ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ കമ്മീഷൻ 1 ലക്ഷം രൂപ സ്പോട്ടിൽ കിട്ടണം. ആടത്ത് പണി വരമ്പത്ത് കൂലി. അതാണ് SG മാട്രിമോണി അല്ലേ സുനീഷ്? അതാണ് എനിക്കിഷ്ടം. സാറേ, ചൊവ്വാദോഷം. ചൊവ്വാദോഷോ? ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചൊവ്വേ നാളെ. അപ്പോ മോൻ പോയി കുളിച്ച് ഫ്രഷായി നാളെ പെണ്ണ് കാണാൻ റെഡി ആയിട്ട് പോരെ? നമുക്ക് പെണ്ണ് കാണാം. സാറേ, ഈ സാറൊന്നും സംസാരിക്കില്ലേ? അല്പം ടഫാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. മോക്ക് ചെക്കന് ഇഷ്ടായല്ലോ അല്ലേ മോനോ? ഡബിളൊക്കെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്താം അല്ലേ സുനീഷ്? അപ്പൊ അച്ഛന്മാര് വന്നേ കൈ കൊടുത്ത് നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അനുഗ്രഹിക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ set.